അല്ല, ക്രൗഡിംഗ് ഒരു തരത്തിലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ കാറ്റഗറി അനുസരിച്ച് തിരുവനന്തപുരത്ത് അനുവദിക്കുകയില്ല. ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സംസ്ഥാനത്ത് മുഴുവനായിട്ടുള്ള പൊതുവായി എടുത്തിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജില്ലകളെ ഹോസ്പിറ്റൽ ഒക്യുപ്പൻസിയുടെ അടിസ്ഥാനത്തിൽ ജില്ലകളെ തിരിച്ചുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന നിയന്ത്രണങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ തിരുവനന്തപുരം അതുകൊണ്ട് തന്നെയാണ് ഈ കാറ്റഗറി സിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അപ്പോൾ ശക്തമായി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിട്ടുള്ള കോവിഡ് അവലോകന യോഗത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് ശക്തമായി തന്നെ നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ ഫീൽഡ് ലെവലിൽ നമ്മുടെ ഫീൽഡ് ഹെൽത്ത് വർക്കേഴ്സിന്റെ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി നടപ്പാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കും. അത് ശരിയായ കാര്യമാണ് പറഞ്ഞത്. കാരണം ആ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഈ ഡേറ്റ അക്യുമുലേഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറേയേറെ ഡേറ്റ നമ്മൾ ആർക്കൈവ്സിലോട്ട് മാറ്റുകയും ആ ഒരു പ്രക്രിയ ദിവസങ്ങളിൽ നടന്നു വരികയായിരുന്നു. 24 മണിക്കൂറും അവർ ജോലി ചെയ്തുകൊണ്ടാണ് സെർവർ ഒപ്റ്റിമൈസേഷൻ നടത്തിയിട്ടുണ്ട്. ഇന്നലെ ഏറെക്കുറെ പരിഹരിച്ചു. ഇന്ന് പകല് മുഴുവനും ആ രീതിയിൽ അവർ പ്രശ്നം പരിഹരിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നിപ്പോ ഒന്നോ രണ്ടോ ജില്ലയിൽ മാത്രം ഒരു പ്രശ്നം നേരിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും രാവിലെ തന്നെ സുഗമമായിട്ട് ഡേറ്റ അപ്ലോഡിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉറപ്പാക്കിയിട്ടുള്ളത്. ഏതായാലും ഇത് ഈ ഡേറ്റ അക്യുമുലേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി, കാരണം ഇത്രയും അധികം ഈ 2 വർഷ കാലത്തിലധികമായിട്ടുള്ള ഈ ഡേറ്റയാണ് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്.